നമസ്കാരം. പ്രമേഹത്തിന് മരുന്നുകൾ ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് എല്ലാ രോഗികൾക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും ഭയം മരുന്നുകളെയുമാണ്. ഈ മാസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയ മരുന്നുകൾ, പുതിയ മരുന്നുകൾ, രോഗികൾ സ്വയം നടത്തിവരുന്ന, അവരറിയാതെ നടത്തിവരുന്ന മരുന്ന് പരീക്ഷണങ്ങൾ, ഈ വിഷയമാണ്. മരുന്നുകൾ പ്രമേഹ ചികിത്സയ്ക്ക് അനിവാര്യമാണ് എങ്കിലും പല രോഗികളും പുതിയ മരുന്നുകളെ തേടിപ്പോകാറുണ്ട്. പുതിയ മരുന്നുകൾ ഉപയോഗിക്കുന്ന പല രോഗികളും മരുന്നുകളെ ഭയക്കുന്നുണ്ട്. വിദ്യാസമ്പന്നർ എന്ന് അഭിമാനിക്കാവുന്ന മലയാളികൾ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റീസ് വരുമ്പോൾ അവർക്ക് പോലും അസുഖം പൂർണ്ണമായി ഭേദപ്പെടണേ എന്ന പ്രാർത്ഥനയോടുകൂടി പരീക്ഷണത്തിനായിട്ട് ലോകത്തൊരിടത്തുമില്ലാത്ത മരുന്നുകൾ ഏതെങ്കിലും ഒരു മലമുകളിൽ നിന്നോ നാട്ടിൻപുറത്തെ വൈദ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യാജനിൽ നിന്നോ വാങ്ങി ഉപയോഗിക്കുന്നു. എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും? നമുക്ക് ഈ മരുന്നുകൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു മരുന്നായി മാറണം എന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും നമുക്കറിയാമായിരിക്കണം. ഉദാഹരണത്തിന്, ആ മരുന്ന് ഏത് ഡോസിൽ കൊടുക്കണം, അത് കുഞ്ഞുങ്ങൾക്ക് എത്രയായിരിക്കണം, പ്രായമാകുന്ന വേളയിൽ എത്രയായിരിക്കണം, വൃക്കയിലെ ഒരു പ്രധാന പ്രവർത്തനത്തിൻ്റെ പ്രതീകമായ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന STOT, STPT, ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പരീക്ഷിക്കപ്പെടാത്ത മരുന്നുകൾ സ്വയം ആരെങ്കിലും പറയുന്നത് കേട്ട് ഉപയോഗിക്കുമ്പോൾ ഈ രോഗികൾക്ക് സംഭവിക്കുന്ന ഒരു വിപത്ത്, അവർ അറിയാതെ ഉപയോഗിക്കുമ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് പ്രതിപ്രവർത്തനത്തിന് ഇടയാക്കുന്നത് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സിന് ഇടയാക്കുന്നത് എന്ന് അവരറിയാതെ പോകും. ഇവിടെയാണ് ആപത്ത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, വൃക്കയ്ക്കും കണ്ണിനും ഒക്കെ രോഗമുള്ള ലക്ഷോപലക്ഷം മലയാളി പ്രമേഹ രോഗികളുണ്ട്. അവരിൽ ഒരു നല്ലൊരു ശതമാനം ക്ലിനിക്കൽ ട്രയൽസിലൂടെ ലോകം മുഴുവൻ ഉപയോഗിക്കാം എന്ന് സ്ഥിരീകരിക്കപ്പെട്ട മരുന്നുകൾക്കൊപ്പം അങ്ങനെ അല്ലാത്ത ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രഭാഷണത്തിൽ ഒരു സിസ്റ്റത്തിനെ കുറ്റം പറയുകയല്ല. ഇപ്പോൾ ചില രോഗികൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഈ മരുന്ന്, ആയുർവേദ മരുന്ന് കഴിക്കാമോ, ഹോമിയോ മരുന്ന് കഴിക്കാമോ, എനിക്ക് ഇതോടൊപ്പം സിദ്ധയിലുള്ള ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കാമോ? ഇപ്പോൾ ഞാനൊരു അലോപ്പതി ഡോക്ടറാണെന്ന് എന്ന് കരുതി ഞാൻ മോഡേൺ മെഡിസിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഇവിടെ ഒരു പൊതുവായ ഒരു വിജ്ഞാനം പകർന്നു തരികയാണ്. നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം എന്ന ഒരു വിധത്തിലല്ല മരുന്നുകളെ കാണേണ്ടത്. ഈ കാണുന്ന ഇലയ്ക്ക് ഔഷധ ഗുണമുണ്ടായിരിക്കാം, ഈ ചെടിക്ക് ഔഷധ ഗുണമുണ്ടായിരിക്കാം, ഇതിൻ്റെ വേരുകൾക്ക് ചിലപ്പോൾ ഔഷധ ഗുണമുണ്ടായിരിക്കാം. ഇത് ആരുടെയും കുത്തകയല്ല. അങ്ങനെ ഔഷധ ഗുണമുണ്ടായെങ്കിൽ 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലിനിക്കൽ ട്രയൽസിലൂടെ ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിച്ച് പിന്നെ ഫേസ് 0 മുതൽ ഫേസ് 3 വരെ മനുഷ്യരിൽ പരീക്ഷിച്ച് ആഗോള നിയമപ്രകാരം ഈ മരുന്നിൻ്റെ പ്രവർത്തന ശൈലി എന്താണ്, അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണ്, ഏതൊക്കെ വിധത്തിൽ എപ്പോഴൊക്കെയാണ് പാർശ്വഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കറിയാം, ഈ പച്ചിലകളിൽ പോലും വിഷാംശങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സാധാരണ കണ്ടുവരുന്ന അരളി.
നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ മരിക്കും. അത് ഹൃദയത്തിനാണ് അപകടമുണ്ടാക്കുന്നത്. അതുപോലെ വൃക്കയ്ക്ക് കേടുവരുത്തുന്നത്, കരളിന് കേടുവരുത്തുന്നതായിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണമുള്ള ഔഷധം തന്നെ എന്ന് നമ്മൾ ധരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയാണ് പരീക്ഷണത്തിലൂടെ മാത്രം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഔഷധങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആവർത്തിച്ച് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞാനിനി മറ്റൊരു വശം പറയാം. ഒരുപാട് രോഗികൾ കരുതുന്നത് മോഡേൺ മെഡിസിൻസിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട് എന്നാണ്. പ്രമേഹത്തിന് 8-10 മരുന്നുകൾ കഴിക്കുന്ന ഒരു രോഗിക്ക് ഡയാലിസിസിൻ്റെയൊക്കെ ഒരു ആവശ്യകത വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് രോഗികൾ പറയുന്നത്, ഡോക്ടറെ, ഞാൻ ആവശ്യമില്ലാതെ 8-10 മരുന്നുകൾ കഴിച്ച് എൻ്റെ വൃക്ക പോയി. ഞാൻ മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സിൻ്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്ന മരുന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കപ്പെട്ട മരുന്നുകളാണ് എങ്കിൽ അത് ലോകം മുഴുവൻ, അതായത് തിരുവനന്തപുരത്താണെങ്കിലും കർണാടകയിലാണെങ്കിലും ന്യൂയോർക്കിലാണെങ്കിലും സിഡ്നിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും വാങ്ങാൻ കിട്ടുന്ന ഒരു അംഗീകൃത മരുന്നാണ് എങ്കിൽ ആ മരുന്ന് കുറിച്ച് കൊടുക്കുന്ന ഡോക്ടർക്ക് അറിയാം അത് 8-10 മരുന്നുകൾക്കൊപ്പം നൽകുവാൻ കഴിയുന്നതാണോ, അതിൻ്റെ ഡോസ് എങ്ങനെ കൂട്ടണം കുറയ്ക്കണമെന്നൊക്കെ. രോഗികൾക്ക് ഹാർട്ട് അറ്റാക്കും ഡയാലിസിസിൻ്റെ ആവശ്യകതയും ഒക്കെ വരുന്നത് മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് അല്ല. ഓർക്കുക, രോഗം കാരണമാണ്. മരുന്നുകൾ മാത്രം കഴിച്ചതുകൊണ്ടോ ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ എടുത്തതുകൊണ്ടോ ഡയബറ്റീസിന് ശമനം വരുന്നില്ല. ഡയബറ്റീസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. ഡയബറ്റീസ് നമ്മൾ കരുതുന്നത് പോലെ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് കൊണ്ടോ ഗുളികകൾ കഴിക്കുന്നത് കൊണ്ടോ ഭേദമാകുന്ന ഒരു അസുഖമല്ല. മരുന്നുകളുടെ ഡോസും മരുന്നുകളുടെ എണ്ണവും മരുന്നുകളുടെ സമയമൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഇതെല്ലാം ക്ലിനിക്കൽ ട്രയൽസിലൂടെ കണ്ടുപിടിക്കേണ്ട മരുന്നുകളിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെയുള്ള മരുന്നുകളിൽ ഇതുപോലെയുള്ള ഡോസ് വ്യതിയാനങ്ങൾ വരുത്തി തീർക്കുവാനും അത് ശാസ്ത്രീയമായിട്ട് പുനർക്രമീകരിക്കുവാനും സാധിക്കുകയില്ല. മരുന്നുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ സ്വയം ഒരു ഗിനി പന്നിയായി മാറരുത്. നമ്മൾ സ്വയം മരുന്ന് പരീക്ഷണം നടത്തരുത്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പരീക്ഷിക്കപ്പെടാത്ത ഒരുപാട് ഔഷധങ്ങൾ ഔഷധ ഗുണമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പരസ്യങ്ങളിൽ ആകൃഷ്ടരായി അല്ലെങ്കിൽ അയൽക്കാരൻ്റെയോ സുഹൃത്തിൻ്റെയോ സ്വാധീനത്തിന് വഴങ്ങി ഒരുപാട് രോഗികൾ ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ധാരാളം സൈഡ് ഇഫക്ട്സും അവർക്ക് വരുന്നുണ്ട്. ദയവായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഒരു ഔഷധത്തെ ഔഷധ ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിന് സൈഡ് ഇഫക്ട്സും ഉണ്ട് എന്നാണ്. ശക്തിയുള്ള, സ്വാധീനിക്കുവാൻ ശേഷിയുള്ള, ചികിത്സയ്ക്ക് ഗുണം നൽകുവാൻ ശേഷിയുള്ള ഒരു ഔഷധത്തിന് തീർച്ചയായിട്ടും പാർശ്വഫലങ്ങളും കാണും. അതുകൂടി തിരിച്ചറിയുവാനായിട്ടാണ് നന്നായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ലോകം മുഴുവൻ നടത്തപ്പെടുന്നത്. അങ്ങനെ ക്ലിനിക്കൽ ട്രയൽസിലൂടെ ഡയബറ്റീസിന് ഒരുപാട് പുതിയ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ജനൂവിയ, ഗാൽവസ്, ഓൺഗ്ലൈസ, വിക്ടോസ, ഇവയെല്ലാം. ഈ മരുന്നുകളുടെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തന രീതിയും പ്രവർത്തന ശക്തിയും പ്രവർത്തന മേന്മയും എല്ലാം 10 മടങ്ങ് കൂടുതലാണ്. പക്ഷേ അത് ആർക്ക് കൊടുക്കാം, ആർക്ക് കൊടുക്കാൻ പാടില്ല, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, അത് കൊടുത്തു തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം, അത് ആർക്കൊക്കെ എങ്ങനെ എപ്പോൾ ഏതൊക്കെ മരുന്നുകൾക്കൊപ്പം കൊടുക്കാം എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് ചില രോഗികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് 6 മാസം കഴിഞ്ഞ് നിർത്തുന്നു. ചില രോഗികൾക്ക് നമുക്ക് വിക്ടോസ കൊടുത്ത് ഡയബറ്റീസ് ഏകദേശം പൂർണ്ണമായിട്ട് ഭേദമാക്കുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പുതിയ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇതുപോലെ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമാണ്. മരുന്നുകൾ
അശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക് സ്നേഹപൂർവ്വം ഞാനൊരു ഉപദേശം തരികയാണ്. അതൊരു അപേക്ഷയായിട്ട് കരുതുക. ക്ലിനിക്കൽ ട്രയൽസിലൂടെ ലോകം മുഴുവൻ പരീക്ഷിക്കപ്പെട്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത, പാർശ്വഫലങ്ങൾ എന്നിവ തെളിയിക്കപ്പെട്ട, മനസ്സിലാക്കപ്പെട്ട മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. പുതിയതാണ്, നല്ലതാണ്, അവിടെ ഒരു ചികിത്സയുണ്ട്, ഇവിടെ ഒരു മഹാനുണ്ട് എന്നൊക്കെ സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ പറയുമായിരിക്കാം. പക്ഷേ പ്രമേഹം പോലെ ചികിത്സിക്കുവാൻ സാധിക്കുന്ന ഒരു രോഗത്തിന് സ്വയം അറിയപ്പെടാത്ത, തെളിയിക്കപ്പെടാത്ത ചികിത്സാ രീതികൾ സ്വീകരിച്ച് സ്വയം ഒരു ഗിനി പിഗായി മാറരുത്. അടുത്ത മാസം കാണും വരെ തിരുവനന്തപുരം, കൊച്ചി ജ്യോതിദേവ്സ് ഡയബറ്റിസ് സെൻ്റർ ജെംസ് ടീം അംഗങ്ങളിൽ നിന്നും നന്ദി, നമസ്കാരം.